ഇതിനെ സസ്യവിഭാഗത്തിൽ പെടുത്തിയിട്ടില്ല. ഈ ഹരിതകം എന്തോ പച്ച കളറാണോ? മര്യാദയ്ക്ക് സ്കൂളിൽ പോക്കണം കേട്ടല്ലേ. ഹരിതകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഹരിതേനെ ഓർമ്മ വന്നത്. ഹരിതയ്ക്ക് എന്ത് പറയുന്നടാ? കൂണ് കറി വെക്കാം മൂമ്മ. അതെ, ഈ കൂണൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ കഴിക്കണം. ഇന്നാളൊരു ന്യൂസ് കണ്ടതാ, നാഗാലാൻഡിലെ ഒരു കുടുംബം കൂണ് കഴിച്ചിട്ട് കുടുംബത്തോടെ മരിച്ചുപോയി. അത് നാഗാലാൻഡില്. ഇത് ഞാൻ നല്ലതുപോലെ അങ്ങോട്ട് കറി വെച്ച് തരും. അതങ്ങോട്ട് കഴിച്ചിട്ട് അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞാ മതി. എന്തായാലും ഇറച്ചിക്കറി വെക്കുന്ന പോലെയല്ലേ വെക്കുന്നത്. എന്നാ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു. വേണ്ട, മോഡസ് ടിപ്സ് ഒന്നും വേണ്ട. അതെ, ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ ചെയ്തോ. അതെങ്കിലും വീഡിയോ കൊണ്ട് പഠിച്ചായിരിക്കല്ലേ. எங்க ஊர்ல இந்த மாதிரி கூணெல்லாம் கிடைக்கும். പുതിയ അറിവാ. എന്നാ ശരി, എന്നാ അങ്ങോട്ട് ചെന്നാട്ടെ. പോന്നില്ലേ? ഞാൻ പോണ്. വെക്കുമ്പോ തേങ്ങ കൊത്തിട്ട് വെക്കും. ആലോചിക്കാം. ഓ അമ്മമ്മേ, എനിക്ക് ഈ കൂൺ ഇഷ്ടമല്ല. മക്കളെ, ഇത് നല്ല രുചിയാ. എനിക്ക് എന്റെ രുചി ഇഷ്ടമല്ല അമ്മമ്മ. ആണോ? എന്നാ കഴിക്കണ്ട. ആ ശിവ, അല്ല അവിടെ എന്താ സ്പെഷ്യല്? ഓ, ഹോസ്റ്റലിലെ മാട്ട ഫുഡ് ആയിരിക്കും അല്ലേ? ഇവിടെ എന്താ സ്പെഷ്യൽ എന്നറിയോ? നമ്മുടെ കനകേന്റെയും അമ്മൂമ്മയും കൂടെ പാറമണ്ടയുടെ സൈഡിൽ നടക്കാൻ പോയപ്പോഴത്തേക്കും നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന കൂൺ കഴിച്ചു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാല് നല്ല മഷ്റൂംസും ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. ആ, ചപ്പാത്തി. അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം. നിന്റെ ചോട്ടൻ ഫോൺ ചോദിക്കുന്നു, കൊടുക്കട്ടെ? ഇത് വേണ്ടെന്നാ? കൊടുക്കാം. ഹലോ ശിവമോളു, എപ്പടി ഇരിക്കേ? അടേ, ഫുഡൊക്കെ കഴിച്ചോ നീ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല അത് സംഭവേ. അത് വിട് നീ. പിന്നെ അവിടെ എന്ത് പരിപാടി? ആണോ? ശരിടാ, ഓക്കെടാ, ശരി, നടക്കട്ടെ. ചാർട്ട് വരാം. ശരി. എന്താടി കട്ട് ചെയ്ത ഫോണ്? ഓ, എനിക്ക് ശിവചേച്ചിയുടെ സംസാരിക്കണം. നീ അവളോട് എന്തൊരു സംസാരിക്കാൻ പോണു? പാടി അവിടുന്ന് കൊച്ചു പിള്ളേർ സംസാരിക്കാൻ പോയി. അല്ലേ തന്നെ നീ ഇവിടെ നിന്ന് എന്റെ ചെവി തിന്നെയാണ്. ഇനി ഫോൺ വിളിച്ച് അവളുടെ കൂടെ ചെവി തിന്നാനായിട്ട്. അവളോടെ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ സാധനം വരച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടന് പിന്നെ എല്ലാം സംസാരിക്കാൻ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു, അതുകൊണ്ടല്ലേ 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ വെച്ചേ. ചേച്ചി പാടി. ചേച്ചി ജസ്റ്റ് മിസ് കേട്ടോ. ഞാൻ 2-3 ദിവസം അവളെ വിളിച്ച് സംസാരിച്ചിട്ട് ഇതിപ്പോ നൈസിലങ്ങ് തടയെത്തി. ഞാൻ ഈ കാര്യം ശിവചേച്ചിയെ വിളിച്ച് പറയാൻ പോകും. ഞാൻ ശിവചേച്ചിയെ വിളിച്ചോ? പറയില്ല. ഞാൻ വിളിച്ചു പറയും. കനയാൻഡിയുടെ ഫോണിൽ ഞാൻ വിളിച്ചു പറയാൻ പോവാ. പാറു അങ്ങനെ വിളിച്ച് പറഞ്ഞ പിന്നെ ഞാൻ വഴി പാറുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മിഠായിയും ഐസ്ക്രീമും പുറത്തു പോയുള്ള കറക്കമൊക്കെ അങ്ങ് നിക്കും. ചേട്ടാ, ആദ്യമേ അങ്ങനെ പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ഇങ്ങനെ വിളിക്കാനൊക്കെ പോവായിരുന്ന? എനിക്ക് വയ്യ. മേടിച്ചു തരണേ. മേടിച്ചല്ലേ? തരാടി. ഇതിന് കൊച്ച ചേച്ചിയെ ഇവിടെ കൂണ് കൊണ്ടൊന്നും അഭിഷേകം നടത്താൻ പോണെന്ന് പറഞ്ഞിട്ടൊന്നും അറിയണില്ലല്ലോ. അതേ വന്ന് ചോദിച്ചു നോക്ക്. വിശക്കുകയും ചെയ്യണ്. എവിടെ കണ്ടിട്ടില്ലേ പൂ? ഫ്രാങ്കിപ്പനി. നിങ്ങൾ കഴിക്കുന്നില്ലേ? എല്ലാം റെഡിയായി. അങ്ങനെ പറ. ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞോളൂ വിശക്കണെന്ന്. റെഡി ആയാ? മണമൊന്നും വരുന്നില്ല.